തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-ഉം BJP-യും തമ്മിൽ ചില ധാരണകൾ ഉണ്ടാക്കി എന്ന് ആരോപിച്ച് CPIM-ന്റെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആനി അശോകാണ്. എങ്ങനെയാണ് ഇവിടെ ധാരണ, എന്താണ് നടപടികൾ നടന്നിട്ടുള്ളത്? ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഇവിടുത്തെ BJP-ക്ക് അനുകൂലമായി വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയവും, അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള MLA-ക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് കടകംപള്ളി സുരേന്ദ്രന് MLA, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല. ഇപ്പം നിലവിൽ കഴക്കൂട്ടത്തിൻ്റെ MLA ആയിട്ടുള്ള ആ സഖാവിൻ്റെ അപ്രമാദിത്വമാണ്, അല്ല ആ സഖാവിൻ്റെ ഏകാധിപത്യമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. അതായത് കോർപ്പറേഷനിലേക്ക് BJP-ക്ക് വോട്ട് കൊടുക്കുക, നിയമസഭയിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചു BJP വോട്ട് വാങ്ങുക, അങ്ങനെയാണോ? അതെ, അതിനാണ്. അതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ചെമ്പഴന്തി വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആരും അറിയപ്പെടാത്ത ഒരാളിനെ കൊണ്ടാക്കി. അവിടെ അപ്പോഴെല്ലാം ഇവിടെ പാർട്ടിക്കാരെ എതിർത്തതാണ്. അതേപോലെ തന്നെ ചെല്ലമംഗലം, പൗടിക്കുണത്തൊക്കെ വളരെ ശക്തമായി അവിടുത്തെ സഖാക്കളെ എതിർത്തതാണ്. ആ സ്ഥാനാർത്ഥി നിർത്തല്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവിടുത്തെ പാർട്ടിക്കാർ തന്നെയാണ് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. കഴിഞ്ഞ 3 തവണ ഈ 3 വാർഡും BJP ജയിച്ചു. അതേപോലത്തെ ഒരു പാറ്റേണാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ എപ്പോൾ ഇലക്ഷൻ വന്നാലും അവർ ജയിച്ചാലും തോറ്റാലും ഇവിടെ ശ്രീകാര്യത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർ, കഴിഞ്ഞ പ്രാവശ്യം അവർ തോറ്റുപോയി. അവർ തന്നെ ഇപ്പോഴും മത്സരിക്കുകയാണ് ശ്രീകാര്യത്ത്. ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇവിടെ നടക്കാത്തതുകൊണ്ട് ഉടനെ അപ്പുറത്ത് മതി. അപ്പോൾ അതിനൊക്കെ തന്നെ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഈ കഴക്കൂട്ടം പാർട്ടിയെ വിഭാഗീയമായിട്ട് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് കടകംപള്ളിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ഇത്രയും വർഷം 3-3.5 വർഷക്കാലമായിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന എനിക്ക് ആ സഖാവിനോട് ഒരു വനിതാ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, അവർ പറയല്ലേ ചേച്ചിക്ക് മത്സരിക്കണമെങ്കിൽ നേരത്തെ എൻ്റെ അടുത്ത് പറയാത്തുണ്ടെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെല്ലമംഗലം വാർഡിൽ നിന്ന് തോറ്റ ആ സഖാവിൻ്റെ സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു കൊടുത്തതും ഈ വനിതാ സഖാവാണ് വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പം ചേച്ചി മത്സരരംഗത്തേക്ക് ഇറങ്ങണോ? അതെ, ഞാൻ ചെമ്പഴന്തിയിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണ്. അതേപോലെ തന്നെ കാട്ടായിക്കുണം കഴക്കൂട്ടം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അവർക്ക് CDS ചെയർപേഴ്സൺ സ്ഥാനം, അതേപോലെ തന്നെ കൗൺസിലർ സ്ഥാനം. ഇപ്പോഴും അവിടെ തന്നെ നമ്മളെ പാർട്ടി കുടുംബത്തിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള യുവതികൾ വന്നിട്ട് ആ SC സംവരണ വാർഡിൽ ഈ വനിതയാണ് മത്സരിപ്പിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന് ഇത്ര ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പായിട്ട് മനസ്സിലാവണം. വെച്ചാൽ ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം. എൻ്റെ സംഘടനാ രീതിയിൽ എൻ്റെ ആ കഴിവിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു വളരെ തഴയപ്പെട്ട ഒരു ജാതിയിൽ നിന്ന് വളർന്നു വന്നവളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഈ പാർട്ടിയോട് ഇതിൽ നിൽക്കുന്ന ആൾക്കാരോട് നിരന്തരം സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇതിന് മുമ്പ് ചേച്ചി പാർട്ടിയുടെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഞാൻ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് പൗടിക്കുണത്ത് മത്സരിച്ച ഒരാളാണ്. അത് കിട്ടിയത് തന്നെ എനിക്ക് അവർ ബോധപൂർവം തന്നതല്ല. അതായത് 2005 മുതൽ 2010 വരെ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ചേച്ചി? അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിൽ ആ 5 വർഷം എന്നെ ഒരു ദിവസം പോലും ആ സ്ഥാനത്തിരുന്ന് ഒരു ഭരണം നടത്താൻ, എൻ്റെ കർത്തവ്യം നിർവഹിക്കുവാൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ സഖാവ് സമ്മതിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ നിരന്തരം അന്ന് ഭയങ്കരമായിട്ട് വിഭാഗീയത കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാനിരിക്കുന്ന ചെയറിൽ നാക്കുറിഞ്ഞിപ്പടി വരെ അവിടുത്തെ സംഘടനയുടെ ആൾക്കാർ കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വേറെ ചെയറിൽ ഇരുന്നിട്ടുണ്ട്. ചേച്ചി ഇപ്പം പാർട്ടിയിൽ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. മറ്റെന്ത് പൊസിഷൻസാ മറ്റ് വർഗ ബഹുജന സംഘടനകളിൽ? കർഷക തൊഴിലാളി യൂണിയൻ്റെ നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ജില്ലാ കമ്മിറ്റി വനിതാ സബ് കമ്മിറ്റിയുടെ ജില്ലാ കൺവീനറായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ വില്ലേജ് സെക്രട്ടറിയാണ് ഞാൻ. അത് മാത്രമല്ല, ഇവിടെ CI2ൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അതേപോലെ നിർമ്മാണ തൊഴിലാളികളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞാൻ. അപ്പോൾ ഇത്ര ഗുരുതരമായ ഒരു ഡീൽ ഒരു BJP-യുമായി കടകംപള്ളി സുരേന്ദ്രൻ നടത്തുന്ന സമയത്ത് മേൽ കമ്മിറ്റികളെ അത് അറിയിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമ്മളെ കമ്മിറ്റി, എൻ്റെ ഘടകത്തിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പക്ഷേ ഈ കമ്മിറ്റിക്കകത്തെല്ലാം തന്നെ നമുക്ക് കഴക്കൂട്ട ഏരിയ കമ്മിറ്റിയുടെ പാർട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ തന്നെ ഈ സഖാവിൻ്റെ താല്പര്യമുള്ളവരെല്ലാം തിരികെ കയറ്റിയേക്കാണ്. ഞാൻ ചോദിക്കുന്നത്, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി അങ്ങനെ വല്ലതും പരാതി അറിയിച്ചിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. എന്താ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല? ഒരു മറുപടി എടുത്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്ത്
കൊടുത്ത്, സംസ്ഥാന സെക്രട്ടറി അതെല്ലാം തന്നെ ജില്ലാ സെക്രട്ടറി കൊടുത്ത്, ജില്ലാ സെക്രട്ടറി പോലും അതല്ല ഈ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് കടകംപള്ളി കടകംപള്ളി ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിപ്പം ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ മാത്രമാണോ BJP-യുമായിട്ട് ഇങ്ങനൊരു ഡീല് നടക്കുന്നത്, അതോ മറ്റു കോർപ്പറേഷന്റെ മറ്റു ഭാഗത്തും ഉണ്ടോ, അറിയോ? മറ്റു ഭാഗത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെയാണ് ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ ഈ നിയുക്ത പിന്നെ കോർപ്പറേഷന്റെ മെമ്പറായിട്ടുള്ള BJP-യുടെ മെമ്പറായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അന്തർധാര എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പലതരത്തിലുള്ള ഡീലുണ്ട് അദ്ദേഹമായിട്ട് ഈ MLA-ക്ക്. ഇത്തരത്തിലുള്ള ഇതേപോലെയുള്ള അവഗണന അനുഭവിക്കുന്ന നമ്മുടെ സംഘടനാ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു വനിതയാണ്, പിന്നെ ഈ സംഘടനാ രംഗത്ത് നിൽക്കൊണ്ട് എനിക്ക് സംഘടനാപരമായിട്ട് കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ എനിക്ക് അറിയാവുന്ന നേതാക്കന്മാരുടെ എല്ലാ കാര്യത്തിലും എല്ലാവരുടെ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ അങ്ങനെ നിൽക്കുന്നവരാണ്. അപ്പം ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി എന്ന നിലയിൽ എന്നെ മോശപ്പെടുത്തിയുള്ള ഒരു സംഭാഷണമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തരത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി തന്നെ നിൽക്കുന്നത്. പാർട്ടിയുടെ അച്ചടക്കമുള്ള പാർട്ടി എന്ന നിലയിൽ പോകും. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കാര്യം പറഞ്ഞതുകൊണ്ടും സ്ഥാനാർത്ഥിയാകുന്നതുകൊണ്ടും പാർട്ടി പുറത്താക്കും, ഉറപ്പായിട്ടും പുറത്താക്കും. എന്ന് വിചാരിച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ടല്ല. ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ രാജിവെക്കുമോ? നമ്മുടെ പാർട്ടിക്കകത്ത് രാജിയില്ല. സ്വാഭാവികമായിട്ടും അത് നമ്മൾ പുറത്തു പോകും. ഈ പാർട്ടിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചതുകൊണ്ടും ഇത്തരം പഠനങ്ങളുകൊണ്ടും സ്വാഭാവികമായിട്ടും പുറത്തു പോകും. ഈ ലോക്കൽ കമ്മിറ്റിയിൽ വന്നത് തന്നെ എന്നെ ഒരു സ്ഥലത്തും ഒരു പരിഗണിക്കൂല. ഇപ്പം തന്നെ എന്തെല്ലാം സ്ഥാനങ്ങൾ വന്നപ്പോൾ തന്നെ ഈ കഴക്കൂട്ടത്തെ ഇപ്പോഴത്തെ കാട്ടായിക്കുണത്തിൻ്റെ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന അവരെയും ഇവിടെ ശ്രീകാര്യത്തിൻ്റെ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന ഇവരെയാണ് നിരന്തരം കാര്യം 30 വർഷക്കാലമായിട്ട് അവരെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട്, തുടരെ മത്സരിക്കുന്ന സഖാക്കൾ തോറ്റാലും ജയിച്ചാലും മത്സരിപ്പിക്കുന്ന ആ പാർട്ടി തീരുമാനം എവിടെ നടപ്പിലാകാത്തത്? ആരാണ് നടപ്പിലാക്കാത്തത്? ഇവിടെ മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി വലിയ വോട്ടൊന്നും പിടിക്കാത്ത, ആളുകളുമായി വലിയ ബന്ധമില്ലാത്ത ആളായതുകൊണ്ട് BJP ജയിക്കും, അങ്ങനെയാണോ? ഈ വാർഡുകളിലൊക്കെ അങ്ങനെയാണോ ഡീല്? ഉറപ്പായിട്ടും അവരാർക്കും അറിയില്ല. അവരെന്ന് പറയുന്നത് ആ ഗാന്ധിപുരം എന്നുള്ള ഭാഗത്ത് എന്തോ ഒരു 1-2 സ്ഥലത്തൊക്കെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തെ വാർഡിലും ഇത് തന്നെയാണോ അവസ്ഥ? തൊട്ടപ്പുറത്തുള്ള സ്ഥാനത്തും അങ്ങനെയാണ്. ഇപ്പോൾ നേരത്തെ അവിടെ അപ്പുറത്ത് ഇപ്പോൾ ശ്രീകാര്യത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അപ്പോൾ അറിയാം. അവിടുത്തെ നമ്മുടെ കമ്മിറ്റിയിലെ സഖാക്കൾ പറഞ്ഞാണ് അവിടെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നേരത്തെ ഈ ഗ്രൂപ്പ് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഇവരെ മത്സരിപ്പിക്കരുത്, ഇവർ അലിഗേഷനുള്ള ആളാണ്, ഇവരെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവിടെ നേരത്തെ ടൈം കൊടുത്തെന്ന് വെച്ചാൽ 3 മണിക്ക് അവിടെ വാർഡ് കമ്മിറ്റി ഏരിയ അടിസ്ഥാനത്തിൽ കൂടുമ്പോൾ 3 മണിക്ക് ചെമ്പഴന്തി വിളിച്ചിട്ട് 6:30 മണിക്കാണ് ഇത്. അപ്പോൾ എന്ന് വെച്ചാൽ സ്പേസ് കൊടുത്ത് ഇവരൊക്കെ അനുകൂലമായിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രലിൽ പ്രവർത്തിക്കുന്ന ശ്രീകാര്യത്തെ മുൻ കൗൺസിലറാണ് ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള കാരണം. പിന്നെ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ മത്സരിക്കാൻ വന്നാൽ ഇതാണ് ഇവിടുത്തെ വാർഡ് സെക്രട്ടറി ആയിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗം ചുമതലക്കാരൻ പറയണത് ചെമ്പഴന്തിയില. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന പശ്ചാത്തലത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കഴക്കൂട്ടത്തെ MLA ആയ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഉന്നയിക്കുന്നത്. ഇവർ കഴിഞ്ഞ 2005 മുതൽ 2010 വരെ ബ്ലോക്ക് പഞ്ചായത്തിലെ CPM-ന്റെ നോമിനിയായിട്ടുള്ള കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. CITU-ൽ കർഷക തൊഴിലാളി യൂണിയനിലടക്കമുള്ള പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെല്ലാം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. വലിയൊരു ഡീൽ ഇവിടെ നടക്കുന്നു എന്നതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഒപ്പം അതിൽ പ്രതിഷേധിച്ച് ഇവിടെ ഈ ചെമ്പഴന്തി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.